വർഷം 2014. പുതുപ്പള്ളി സ്വദേശി കുഞ്ഞുമോന് മദ്യമായിരുന്നു എല്ലാം. രാവിലെയെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മദ്യപാനം. ഒടുവിൽ കിടപ്പാടം ജപ്തിയിലായി. കൂട്ടിന് 1 കോടിയുടെ കടം. ആത്മഹത്യയുടെ വക്കിലെത്തിയ കുഞ്ഞുമോൻ ഒടുവിൽ മദ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ബാക്കി ചരിത്രം. 10 കൊല്ലം കൊണ്ട് കടങ്ങൾ ഒന്നൊന്നായി വീട്ടി. ജപ്തിയിലായ വീട് തിരിച്ചു പിടിച്ചു. പുതിയ വീട് വച്ചു. 2014 പുറകോട്ടൊരു 6 വർഷം ജീവിതം പൂർണ്ണമായും മദ്യത്തിനടിപ്പെട്ടു. നിന്ന കാച്ചോട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോയി ഞാൻ അറിഞ്ഞില്ല. എന്തോ ഒരു ഭാഗ്യം, ആടിയോ പ്രാർത്ഥനയാവാം, എനിക്ക് 2014 ഇതിൽ നിന്നൊരു മോചനമുണ്ടായി. ആ മോചനം സ്വബോധമുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ എനിക്ക് വലിയൊരു അവസരവും ഭാഗ്യവും ലഭിച്ചു. ഞാൻ 47 വയസ്സ് വരെ ജീവിച്ചതിനേക്കാൾ അപ്പുറമായി നല്ല വഴികൾ ദൈവം കാണിച്ചു തന്നു. തൊഴിലവസരങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ, മക്കളുടെ സാഹചര്യങ്ങളെല്ലാം മാറി. മദ്യത്തിന് ചിലവാക്കിയിരുന്ന പണം മാറ്റിവെച്ച് വീടില്ലാത്ത 4 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി. മദ്യലഹരിയേക്കാൾ എത്രയോ വലുതാണ് ഈ 4 കുടുംബങ്ങളുടെ പുഞ്ചിരിയെന്ന് കുഞ്ഞുമോൻ തിരിച്ചറിഞ്ഞ നിമിഷം. വിമാനം കൊണ്ട് കടം കയറി ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു കുടുംബമാണ്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഭവനം ഇല്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഭവനം ചെയ്തു കൊടുക്കുക. അങ്ങനെ അർഹതപ്പെട്ടവർക്ക് ഇതിനോടകം 4 ഭവനങ്ങൾ പൂർണ്ണമായും ഞാൻ മാറ്റിവെച്ചത് കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. ജീവിതം മദ്യത്തിന് മുന്നിൽ അടിയറവ് വച്ചവരോട് കുഞ്ഞുമോന് പറയാനുള്ളത് ഇത്രമാത്രം. ഇരയായൊരു ആളെന്നുള്ള നിലയിൽ മദ്യപിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരവസ്ഥയല്ല. ഇതിൻ്റെ ഭീകരത, ഇതിൻ്റെ ആഴവും വളരെ വലുതാണ്. ഇതിന് ബലിയാടാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, ഭാര്യയും മക്കളും. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിതിന് ബലിയാടാവും. സഹോദരങ്ങളെ, മാതാപിതാക്കളെ. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.